കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം മൂന്നാറിൽ തുടരുകയാണ്. LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹർത്താലിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ്. ഒപ്പം തന്നെ വാഹനങ്ങളെല്ലാം പ്രവർത്തകർ തടയുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മൂന്നാർ കോളനി എന്ന് പറയപ്പെടുന്ന നൂറുകണക്കിന് വീടുകളും ആളുകളും താമസിക്കുന്ന പ്രദേശത്ത് ഇപ്പോൾ ഏതാണ്ട് 6ഓളം വരുന്ന കാട്ടാനകൾ കൂട്ടമായിട്ടെത്തി തമ്പടിച്ചിരിക്കുന്നത്. ഇതിന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഇതിന് മുകൾ വശത്തായിട്ട് തോട്ടം തൊഴിലാളികൾ തേയില കൊളുന്തെടുക്കുന്ന സാഹചര്യം വരെയുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ കാട്ടാനകൾ കൂട്ടമായിട്ട് വന്ന് തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഇവിടെ ഈ കോളനി നിവാസികളായിട്ടുള്ള ആളുകൾ നമ്മോടൊപ്പമുണ്ട്. അവരുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് ചോദിക്കാമെന്ന് തോന്നുന്നു. ഇത് എപ്പോഴാണ് ചേട്ടാ ഈ ആന വന്നത്? രാത്രി 9 മണിക്ക്. രാവിലെ 7 മണിക്ക് കണ്ടായിരുന്നു. ഓടിച്ചു വിട്ടിട്ടില്ല. ഇവിടെ ആരും ഓടിക്കാൻ പറ്റില്ല. വനം വകുപ്പ് ഇതിനെ അറിയിച്ചിരുന്നു? വനവകുപ്പ് ആരും വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് തമ്പടിക്കും? സ്ഥിരമായിട്ടല്ല, എന്നെ മാത്രം വന്നായിരുന്നു. ഇന്ന് മാത്രമാണ് വന്നേക്കുന്നത്. ഇന്നലെ രാത്രി വന്നിട്ട് ഇതുവരെ ഇതുവരെ പോയിക്കൊണ്ടില്ല. ഇവിടെ എന്തരത്തോളം ആളുകളുണ്ടാവും? ഇത് ഒത്തിരി ആളുകളുണ്ട്. അത്തരത്തിലാണ് നിരവധിയായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഇവിടെ ഈ ആന ഇങ്ങനെ ഈ എസ്റ്റേറ്റിനോട് സമീപത്ത് ചേർന്ന് തമ്പടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കുട്ടികളടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുന്നത്, ഒരു അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യം. തൊട്ടു താഴെയാണ്, വീടുകൾക്ക് തൊട്ടു ചേർന്നുകൊണ്ട് ആന നിൽക്കുന്നു. അതിന് തൊട്ടു മുകളിലായി തോട്ടം തൊഴിലാളികൾ പണിയെടുക്കുന്നതും നമുക്ക് കാണാം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴും വനം വകുപ്പ് ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6 കാട്ടാനകൾ ഈ കോളനിക്ക് സമീപം ഒരു ചെറിയ കുറ്റിക്കാട് പോലെ നിൽക്കുന്ന പ്രദേശത്ത് ഇങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ വന്നതിന് ശേഷം ഇതുവരെ ഈ കാട്ടാനകൾ ഇവിടെ നിന്ന് മാറിയിട്ടില്ല. ഒപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാരും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഒരു വലിയ ഭീതിയോടുകൂടി തന്നെയാണ് ആളുകൾ ഉറങ്ങാതെ ഇന്നലെ രാത്രി മുഴുവൻ കാത്തിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരണപ്പെടുക കൂടി ചെയ്തിട്ടുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നതിനെ തടയുന്നതിന്, ഇല്ലെങ്കിൽ അവയെ ഇവിടെ നിന്ന് തുരത്തുന്നതിന് വനം വകുപ്പ് വേണ്ട ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ മൂന്നാർ കോളനിക്ക് സമീപത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്.